ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച പ്രധാനമായും 2 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ആഗസ്റ്റ് 15 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ നുണക്കുഴി, വാഴ എന്നീ 2 സിനിമകളും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനുമായിട്ട് ഇപ്പോൾ പ്രദർശനം തുടരുകയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴിയിൽ ബേസിൽ ജോസഫാണ് നായകൻ. ഗ്രേസ് ആന്റണി, സിദ്ദീഖ്, മനോജ് കെ ജയൻ, ബൈജു, സ്വാസിക, ബിനു പപ്പൻ, അജു വർഗീസ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ആദ്യ ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 1,76,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 28 ലക്ഷം നേടിയ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 2,04,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ആദ്യ ദിവസം ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 86 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ നുണക്കുഴി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 2,90,00,000 രൂപയാണ്. അതേസമയം രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 80 ലക്ഷത്തോളം രൂപയാണ്. ആദ്യ ദിവസത്തേക്കാൾ പകുതിയോളം കളക്ഷനാണ് ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ GCC രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും രണ്ടാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1,80,00,000 രൂപ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം 4.5 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 2 ദിവസം കൊണ്ട് നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ആഗസ്റ്റ് 15 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് വാഴ. സോഷ്യൽ മീഡിയയിലെ സജീവ പ്രവർത്തകരായ ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് ഈ സിനിമയിലെ പ്രധാന ഘടകം. ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അമിത് മോഹൻ, രാജേശ്വരി, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, ഹാഷിർ എന്നിങ്ങനെ പഴയതും പുതിയതുമായ ഒട്ടനവധി നടീനടന്മാർ ഈ സിനിമയിലുണ്ട്. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,44,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. അതേസമയം രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. വർക്കിംഗ് ദിനം കൂടിയായിട്ട് ഈ സിനിമ 1,30,00,000 മുകളിൽ കളക്ഷൻ ഇന്നലെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 2,75,00,000 മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിയാൻ വിക്രം നായകനായി പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ സിനിമയാണ് തങ്കലാൻ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 1,10,00,000 രൂപയായിരുന്നു നേടിയെടുത്തിരുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ ദിവസം 12,50,00,000 നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് ഏകദേശം 26,44,00,000 രൂപയായിരുന്നു. ചിയാൻ വിക്രമിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് കളക്ഷനാണ് ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത്. രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രത്തിനും കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ 35-40 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഈ സിനിമ 1.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 7.5 കോടിയോളം രൂപ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് കളക്ഷനായി ഈ സിനിമ 2 ദിവസം കൊണ്ട് 20 കോടി രൂപ നേടിയെടുക്കുന്നതാണ്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 17 കോടിയോളം രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 43 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടായി 26,44,00,000 രൂപയാണ് പുറത്തു വരുന്നതെങ്കിൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം 20,60,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ശനിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്. നിലവിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം ഇപ്പോൾ 35 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ചിത്രം നേടിയെടുത്തിരിക്കുകയാണ്. ഏകദേശം 24 മണിക്കൂറിലെ ബുക്ക് മൈ ഷോ സൈറ്റ് പരിശോധിക്കുമ്പോൾ 10,500 ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ മോഹൻലാൽ സിനിമകൾ 4K റീമാസ്റ്റർ പതിപ്പായി തുരുതുര തിയേറ്ററിലെത്തുമ്പോൾ എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ ഇതുപോലെ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുമ്പോഴാണ് പുതുതായി ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത ഒരു വടക്കൻ വീരകഥ എന്ന സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. മമ്മൂട്ടി, മാധവി, സുരേഷ് ഗോപി, ക്യാപ്റ്റൻ രാജു എന്നിങ്ങനെ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി ചരിത്ര കഥാപാത്രങ്ങളെ സമ്മാനിച്ച ചന്തുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല മക്കളെ എന്ന ആരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സുപ്രധാനമായ ഡയലോഗുമായി ഒരു വടക്കൻ വീരകഥ തിയേറ്ററിലെത്തുമ്പോൾ എന്തായാലും പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.